ജാതിഭേദം മതദ്വേഷം. സമത്വവിരുദ്ധമായ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കാലത്തിലേക്ക് ഹൃദയത്തിൽ വിശുദ്ധിയുടെ സുവർണമുദ്രയുള്ള ഒരാൾ പ്രവേശിക്കുന്നു. ജീവിതത്തിൽ ഒരു അവബോധപാത തിരഞ്ഞെടുത്ത യുവപ്രഭാവനായ സന്യാസി സഞ്ചരിച്ച ദൂരങ്ങൾ ആധുനിക കേരളത്തിലേക്കുള്ള കല്ലും മുള്ളുമില്ലാത്ത വഴിയായി. മനുഷ്യായുസിന്മേൽ മാടമ്പിത്തമണിയിച്ച ചങ്ങലക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് ജാതി ശാസനകളെ ചുട്ടരിച്ച് അവകാശങ്ങളും അറിവും നേടാൻ ഉറച്ച് തങ്ങളുടെ വിശപ്പുപുരകളിൽ നിന്നും ആയിരങ്ങൾ പതിനായിരങ്ങൾ മനുഷ്യസ്നേഹത്തിന്റെ ആ വലിയ തണലിലേക്ക് ആനയിക്കപ്പെട്ടു. അധികാര സോപാനങ്ങളിൽ നടത്തിയ നേരുള്ള പോരാട്ടങ്ങളെ ഒരു ജനതയുടെ ആത്മാഭിമാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ജനതയുടെ ചിന്തകളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച മഹാഗുരു സിദ്ധാർത്ഥനിൽ നിന്ന് ബുദ്ധനിലേക്കെന്ന പോലെ നാടുവാശാനിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലേക്കുള്ള പ്രയാണം ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു മഹാസമസ്യയാണ്. ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക. തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ 1032 ചിങ്ങമാസം 5 ചതയ നക്ഷത്രത്തിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. വയൽവാരം വീട് വളരെ പഴക്കം ചെന്ന ഒരു തറവാട് വീടായിരുന്നു. അക്കാലത്തെ ഈഴവരിൽ മെച്ചപ്പെട്ട ഒരു വീടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് കൊച്ചുവിളയിൽ മാടൻ എന്നായിരുന്നു പേര്. സംസ്കൃത അധ്യാപകനായിരുന്നു. ജ്യോതിഷം, ആയുർവേദം, ഹിന്ദുപുരാണം എന്നിവയിൽ വളരെ അറിവുള്ള ആളായിരുന്നു. അധ്യാപകനായിരുന്നതിനാൽ ആശാൻ എന്ന പേർ ചേർത്ത് മാടനാശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കുട്ടിയമ്മ എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ അമ്മയുടെ പേര്. 3 സഹോദരിമാരുണ്ടായിരുന്നു. നാണു എന്നായിരുന്നു കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ അറിയപ്പെടുന്ന ഒരു ആയുർവേദ വൈദ്യൻ ആയിരുന്നു. സംസ്കൃത പണ്ഡിതനായിരുന്നു. ജനിച്ചത് വയൽവാരം വീട്ടിലായിരുന്നെങ്കിലും മാതൃകുടുംബം മനക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ഇലഞ്ഞിക്കൽ വീട്ടിലായിരുന്നു. ഈ ക്ഷേത്രം നായന്മാർക്കും ഈഴവർക്കും അവകാശപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് കിഴക്ക് കണ്ണങ്കര ഭവനത്തിലെ ചെമ്പഴന്തി പിള്ള എന്ന ആശാനായിരുന്നു നാണുവിനെ എഴുത്തിനിരുത്തിയത്. ഗുരുമുഖത്ത് നിന്ന് അല്ലാതെ തന്റെ അച്ഛന്റെയും അമ്മാവന്റെയും ശിക്ഷണത്തിൽ വീട്ടിലിരുന്നും അറിവ് നേടുമായിരുന്നു നാണു. 8 വീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്നും സിദ്ധരൂപം, ബാലപ്രബോധനം, അമരകോശം എന്നീ പുസ്തകങ്ങളിലും അറിഞ്ഞു. തമിഴ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ പിതാവായ മാടനാശാനിൽ നിന്ന് പാണ്ഡിത്യം നേടിയ നാണു അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും വൈദ്യവും ജ്യോതിഷവും സ്വന്തമാക്കി. ഉപരിപഠനത്തിനായി നാണുവിനെ കായംകുളത്തുള്ള രാമൻപിള്ള ആശാന്റെ അടുത്ത് കൊണ്ടുചെല്ലുകയും അവിടെ പഠിത്തത്തിനായി ചേർക്കുകയും ചെയ്തു. ഈഴവ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് സവർണ വിദ്യാർത്ഥികൾ ധാരാളമായി ഉണ്ടായിരുന്നില്ല. അലങ്കാരം, തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങളിൽ അധ്യയനം നീണ്ടപ്പോഴും മറ്റുള്ളവരെ പ്രസ്തുത ശാസ്ത്രഭാഗങ്ങൾ ആശാൻ പഠിപ്പിച്ചിരുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള നാണുവിന് ആ ഭാഗങ്ങൾ ഉറക്കെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ കഴിഞ്ഞു. കായംകുളത്തെ പ്രസിദ്ധമായ വാരണപ്പള്ളി എന്ന വീട്ടിലായിരുന്നു നാണു താമസിച്ചിരുന്നത്. 2 വർഷം കൊണ്ട് സംസ്കൃത ഭാഷ, പദ്യസാഹിത്യം, നാടകം, സാഹിത്യ വിജ്ഞാനം, തർക്കശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ എല്ലാം സ്വായത്തമാക്കിയാണ് തന്റെ ഗ്രാമത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയത്. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ചെമ്പഴന്തിയിൽ കുടിപ്പള്ളിക്കുളം തുടങ്ങി. അധ്യാപക വൃത്തി അദ്ദേഹത്തിന് നാണുവാശാൻ എന്നു പേര് നൽകിക്കൊടുത്തു. പഠിപ്പിക്കുന്നതിനിടയിലും അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. സമീപ പ്രദേശങ്ങളിൽ അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്ത് പ്രസംഗിക്കുകയും തന്റെ കവിതകൾ ചൊല്ലിയും പ്രദേശങ്ങളിൽ തത്വചിന്തയും സമഭാവന വളർത്തുകയും ചെയ്യാൻ ശ്രമിച്ചു. സവർണ മേധാവിത്വത്തിനെതിരെ അചഞ്ചലമായ പോരാട്ടവും ജാതിമത ചിന്തകൾക്കെതിരെയുള്ള തീർത്താത്തീരാട്ട പോരാട്ടവുമായി നാണുവാശാൻ അങ്ങനെ ശ്രീനാരായണ ഗുരുവായി. 1925 മഹാത്മാഗാന്ധി വർക്കല ആശ്രമത്തിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കൂടിക്കാഴ്ച നടത്തി. ഹിന്ദു മതത്തിലെ വർഗവ്യത്യാസം പ്രകൃതിക്ക് അനുസരണമായി രൂപപ്പെട്ടതാണെന്ന് കരുതിയ ഗാന്ധി സമീപത്തെ ഒരു മരത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിലെ ഇലകളെല്ലാം ഒരുപോലെ അല്ലല്ലോ, വലിപ്പച്ചെറുപ്പം അവക്കിടയിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നില്ലേ? മനുഷ്യരും തമ്മിലും ഭിന്നതകൾ ഉണ്ടാകില്ലേ?
ഗാന്ധിക്ക് ഗുരു നൽകിയ മറുപടി ഇതായിരുന്നു: എല്ലാ ഇലകളുടെയും ചാരനും സത്തിനും ഒരേ ഗുണവും മണവും ആണെങ്കിലും അവയുടെ വലിപ്പച്ചെറുപ്പത്തെ നിയന്ത്രിക്കുന്നത് സൂര്യപ്രകാശവും മണ്ണിൽ നിന്ന് വേരുകൾ വലിച്ചെടുക്കുന്ന ജലത്തിന്റെയും ധാതുക്കളുടെയും ലഭ്യതയ്ക്ക് അനുസൃതമായാണ്. അതുപോലെ മനുഷ്യരെ വ്യത്യസ്തനാക്കാനും കാരണം ഒരാൾക്ക് ലഭിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ കൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ വ്യത്യസ്തരായി കണ്ടു എങ്കിലും ഗുണപരമായി എല്ലാം ഒന്നു തന്നെയാണ്. ജാതി എന്നത് ബ്രാഹ്മണ്യത്തിന്റെ സൃഷ്ടിയാണെന്നും വലിയ വിഭാഗം മനുഷ്യർ അനുഭവിക്കുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ജാതി ആണെന്നും അത്രയും ലളിതമായി അവതരിപ്പിക്കപ്പെടുക ആയിരുന്നു ശ്രീനാരായണ ഗുരു. കേരള ചരിത്രത്തിലെ സുപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചേർന്ന മഹായോഗത്തിൽ ഗാന്ധി പറഞ്ഞു: പുണ്യാത്മാവായ നാരായണ ഗുരുസ്വാമിയെ കാണാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഒരു ചരിത്ര വിസ്ഫോടനമായിരുന്നു. നെയ്യാറ്റിലെ കയത്തിൽ മുങ്ങി ഗുരു പൊക്കിയെടുത്ത് അന്ന് പ്രതിഷ്ഠിച്ചത് ആധുനിക കേരളത്തെയാണ്. വിഗ്രഹപ്രതിഷ്ഠ ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ അധികാരമായിരുന്നു. എന്നാൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ഗുരു അധികാര കേന്ദ്രത്തെ അടിച്ചു തകർത്തു. സവർണാധികാരത്തിന്റെ അടിക്കല്ലുകൾ ഇളക്കി. അതിന്റെ ഒച്ചയാണ് ആ കാലസന്ധ്യയിൽ അത്രയും കേട്ടത്. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ ഇളക്കിയിട്ട പരിവർത്തനം കൊടുങ്കാറ്റിന്റെ ശക്തി ആർജിച്ച് കേരളത്തെ ചലിപ്പിച്ചു. ജാതി വ്യവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ ഗുരു കണ്ടത് വിദ്യാഭ്യാസം തന്നെയാണ്. എല്ലാ അജ്ഞതകൾക്കും കാരണം നിരക്ഷരതയാണെന്ന് ഗുരു മനസ്സിലാക്കി. മെഴുവേലിൽ ക്ഷേത്രപ്രതിഷ്ഠ നടത്താൻ ക്ഷണിക്കപ്പെട്ടു വന്ന ഗുരു അവിടെ പള്ളിക്കൂടം പ്രതിഷ്ഠിക്കുവാനാണ് തയ്യാറായത്. അവിടെ ഉണ്ടായിരുന്ന സർപ്പക്കാവ് വെട്ടിത്തെളിച്ച് ഒരു പുതിയ ഇംഗ്ലീഷ് സ്കൂൾ കെട്ടുവാൻ നിർദ്ദേശിച്ച ഗുരു പിന്നീടത് മുള്ളൂർ മെമ്മോറിയൽ ഹൈസ്കൂളായി ഉയർന്നു. ന്യായമായ മാർഗത്തിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ വ്യാവസായിക വളർച്ചയുടെ ആവശ്യകതയെക്കുറിച്ച് വരെ ഗുരു തന്റെ അനുയായികളെ ബോധ്യപ്പെടുത്തിയിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് പുരോഗതി നേടാൻ കഴിയൂ എന്ന് ഗുരു മനസ്സിലാക്കി. സാമ്പത്തികവും സാമൂഹികവുമായ എത്ര താഴ്ന്ന വിഭാഗത്തിൽ ആയാലും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം സൃഷ്ടിക്കപ്പെട്ടതിൽ നാരായണ ഗുരു ഉണ്ടാക്കിയ സ്വാധീനം വിസ്മയിച്ചുകൂടാ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ഏതാനും വർഷങ്ങൾക്കിപ്പുറം വെള്ളക്കാളുകൾ വലിക്കുന്ന വില്ലുവണ്ടിയിൽ തലപ്പാവണിഞ്ഞൊരാൾ ഉരുക്കുപോൽ ഉറച്ചു തെളിച്ചു. ജാതിശാസനകളെ ചവിട്ടി മെതിച്ച് കാളിയുടെ കാളക്കുട്ടികൾ ചരിത്രത്തിലേക്ക് നടന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ അന്ന് രൂപം കൊണ്ട സമരപ്രകമ്പനം അന്നോളം രാജപാതകളിൽ നിന്ന് അടിയകന്നകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ തങ്ങൾ ആണ്ടുപോയ ദുരിതാന്തകാലത്തിൽ നിന്നും ഉയർത്തി. അയ്യന്റെ ആ യാത്ര തിരുവിതാംകൂർ രാജാവ് എല്ലാവർക്കും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച് ഉത്തരവിറക്കും വരെ തുടർന്നു. ഊരുട്ടമ്പലത്തിൽ ഒരു വിദ്യാലയം ജാതിഭ്രാന്തന്മാർ ചുട്ടുകരിച്ചു. പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയെ അയ്യങ്കാളി അവിടെ പഠിപ്പിക്കാൻ ഇരുത്തി എന്ന കാരണത്താലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല എന്ന സമരപ്രഖ്യാപനം കേരളം കണ്ട ആദ്യത്തെ പണിമുടക്കായി. 1.5 വർഷം തിരുവിതാംകൂറിലെ പാഠം തരിച്ചു കിടന്നു. ഒട്ടിയ വയറും ഉജ്ജ്വല സ്വപ്നങ്ങളുമായി 1.5 വർഷം സമരത്തിനൊടുവിൽ അയ്യങ്കാളിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിലൂടെ വിദ്യാഭ്യാസ വിളംബരം സ്വായത്തമാക്കി. വിദ്യാഭ്യാസം അനുവാദമില്ലാതിരുന്ന തന്റെ ജനതയ്ക്കായി സ്വന്തമായി പള്ളിക്കുടം വരെ സ്ഥാപിച്ച് മറ്റൊരു വിപ്ലവത്തിന് തിരികൊളുത്തി അയ്യൻ. മനുഷ്യാന്തസ്സിനുമേൽ മാടമ്പിത്തമണിയിച്ച കല്ലുമാലകളും ഇരുമ്പ് വളകളും പൊട്ടിച്ചെറിയാൻ അയ്യൻ ആഹ്വാനം ചെയ്തു. കൊല്ലം പീരങ്കി മൈതാനത്ത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സ്ത്രീ മുന്നേറ്റം സവർണ ആണധികാരത്തിന്റെ ഗിരിശൃംഖങ്ങളെ അടിച്ചു തകർത്തു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് വില്ലുവണ്ടി സമരത്തിനും പിന്നാലെ ഉണ്ടായ നവോത്ഥാന വിപ്ലവമാണ് പിൽക്കാലത്ത് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മാറ്റങ്ങൾക്കെല്ലാം കളമൊരുക്കിയത്. കേരളത്തെ ആധുനികവൽക്കരിക്കാൻ ഗുരു സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ച് ഇന്നും പലരും ബോധവാന്മാരല്ല. ശ്രീനാരായണ ഗുരു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ആളായിരുന്നില്ല. മനുഷ്യജാതിയും മനുഷ്യസ്നേഹിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആ മഹാനായ മനുഷ്യൻ നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. ഇത്തരം വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.